Okay, so we already discussed about inverse set transform. Okay, and we have done some numericals related to inverse set transform. അതിൽ ഏതൊക്കെ മെത്തേഡ്സ് ബോത്ത് ലോങ് ഡിവിഷൻ മെത്തേഡ് ആൻഡ് പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ്. ഓക്കെ, അപ്പം ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളോട് ക്വസ്റ്റ്യൻ ഇൻവേഴ്സ് സെറ്റ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക? ഫസ്റ്റ് ഓഫ് ഓൾ യു ഷുഡ് ഗോ ത്രൂ ദ റീജിയൻ ഓഫ് കൺവേർജൻസ് ROC. ഓക്കെ, ROC നോക്കുക. അത് മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ എ അല്ലെങ്കിൽ മോഡ് സെറ്റ് ലെസ് ദാൻ എ ഏതെങ്കിലും ഒരു കണ്ടീഷനിലാണെങ്കിൽ വി ക്യാൻ യൂസ് പവർ സീരീസ് എക്സ്പാൻഷൻ മെത്തേഡ്. ഓക്കെ, അതർവൈസ് ഇഫ് ഇറ്റ് ഇസ് ഇൻ ദ ഫോം ഓഫ് എ ലെസ് ദാൻ മോഡ് സെറ്റ് ലെസ് ദാൻ ബി, ആ ഒരു ഫോമിലാണെങ്കിൽ നമുക്ക് എന്താണ് അവിടെ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, മറ്റേ കേസ് ആണെങ്കിൽ മോഡ് സെറ്റ് ലെസ് ദാൻ എ മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ എ എന്നുള്ള കേസ് ആണെങ്കിൽ നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് യൂസ് ചെയ്യാം, പവർ സീരീസ് എക്സ്പാൻഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. ബട്ട് എ ലെസ് ദാൻ മോഡ് സെറ്റ് ലെസ് ദാൻ ബി എന്നുള്ള ആ ഒരു ഈലാണ് ROC തരുന്നതെങ്കിൽ, അതാണ് ROC കണ്ടീഷൻ എങ്കിൽ നമുക്ക് അവിടെ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, കുറച്ച് ന്യൂമറിക്കൽസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് we have to discuss about the relation between DT-FT and set transform. Okay, relation between DT-FT and set transform. നമ്മൾ ഫോർത്ത് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്തിരുന്നത് DT-FT ആണ് അല്ലേ, ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം. അതുപോലെ തന്നെ ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ സീരീസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതെന്തിനായിരുന്നു യൂസ് ചെയ്യുന്നത്? ഒരു നോൺ പീരിയോഡിക് ടൈം ഡൊമൈനുള്ള സീക്വൻസിനെ അതിൻ്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ഡൊമൈൻ, കണ്ടിന്യൂസ് ആൻഡ് പീരിയോഡിക് ആയിട്ടുള്ള ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ DT-FT യൂസ് ചെയ്യും. ഓക്കെ, ഇനി ഒരു പീരിയോഡിക് ആയിട്ടുള്ള ടൈം ഡൊമൈനിലുള്ള സീക്വൻസിനെ പീരിയോഡിക് ആയിട്ടുള്ള ഒരു ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി DT-FS യൂസ് ചെയ്യും. ഓക്കെ, DT-FT ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം ആൻഡ് DT-FS ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ സീരീസ്. ഓക്കെ, അത് നമ്മൾ ഫോർത്ത് മോഡൽ ഡിസ്കസ് ചെയ്തതാണ്. Okay, then now we have to discuss about the relationship between DT-FT and set transform. നമ്മളിപ്പോൾ പഠിക്കുന്ന സെറ്റ് ട്രാൻസ്ഫോമും അതുപോലെ നമ്മൾ ഫോർത്ത് മോഡൽ ഡിസ്കസ് ചെയ്ത DT-FTയും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. ഓക്കെ, അതെങ്ങനെയാണെന്നുള്ളതാണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യേണ്ടത്. ഇതേപോലെ നമ്മൾ ഫോറിയർ ട്രാൻസ്ഫോം ആൻഡ് ലാപ്ലാസ് ട്രാൻസ്ഫോം അതിൻ്റെ റിലേഷൻ നമ്മൾ അവിടെ തേർഡ് മൊഡ്യൂൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഫോറിയർ ട്രാൻസ്ഫോം ആൻഡ് ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ഒരു കേസ് അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ലാപ്ലാസ് ഫോറിയർ ട്രാൻസ്ഫോം എന്ന് എന്തായിരുന്നു അവിടെ? ഇറ്റ്സ് എ കേസ് ഓഫ് ലാപ്ലാസ് ട്രാൻസ്ഫോം ആൻഡ് സിഗ്മ ഈക്വൽ ടു 0. ആ സിഗ്മ ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷനിൽ ലാപ്ലാസ് എന്ന് പറയുന്നത് എന്താണ്? ഫോറിയർ ട്രാൻസ്ഫോം ആണ്. ഓക്കെ, അതുപോലെ ഇവിടെ എന്താ റിലേഷൻ എന്ന് നോക്കാം. സോ സെറ്റ് ട്രാൻസ്ഫോം ആൻഡ് DT-FT ആർ ക്ലോസ്ലി റിലേറ്റഡ്. ഓക്കെ, സെറ്റ് ട്രാൻസ്ഫോം ഓഫ് എ സിഗ്നൽ x of n ഈസ് ഗിവൺ ബൈ, നമുക്ക് ഇക്വേഷൻ അറിയാം അല്ലേ, x of z is equal to summation of n is equal to minus infinity to infinity x of n into z raised to minus n. Okay, this is the equation for finding set transform, where z is equal to r e raised to j omega. Okay, where z is equal to what? R e raised to j omega, where r is equal to mod z. ഇത്രയും ടേംസ് നമുക്ക് അറിയാം. ഓക്കെ, then what is okay, instead of z we have to write r e raised to j omega. നമുക്കറിയാം z എന്ന് പറഞ്ഞാൽ എന്താണ്? r e raised to j omega ആണ്. സോ ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻസ്റ്റെഡ് ഓഫ് z we are putting its value, that is r e raised to j omega. ഓക്കെ, സോ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ റീറൈറ്റ് ചെയ്യാം? x of z-ന് പകരം r e raised to j omega is equal to summation n is equal to minus infinity to infinity x of n into, instead of z raised to minus n we have to write r e raised to j omega whole raised to minus n. ഓക്കെ, സോ നമ്മുടെ നോർമൽ സ്റ്റാൻഡേർഡ് ഇക്വേഷനിൽ സെഡിൻ്റെ വാല്യൂ z is equal to r e raised to j omega നമുക്ക് അറിയുന്നതാണ്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ എന്ത് ചെയ്യാം? അവിടെ ഈ r എന്ന് പറയുന്നത് എന്തായിരുന്നു? r എന്ന് പറയുന്നത് എന്താണ്? റേഡിയസ്. നമ്മൾ സെറ്റ് പ്ലെയിന് വരക്കുകയാണെങ്കിൽ r എന്ന് പറയുന്നത് എന്തായിരുന്നു? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒറിജിൻ ആൻഡ് ദാറ്റ് പോയിന്റ്. ഓക്കെ, ഓർ ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ ആണ് r. ഓക്കെ, സോ ഹിയർ വി ജസ്റ്റ് കൺസിഡർ എ സർക്കിൾ വിത്ത് റേഡിയസ് 1. ഓക്കെ, റേഡിയസ് r ഈസ് ഈക്വൽ ടു 1 എന്നുള്ളൊരു സർക്കിൾ കൺസിഡർ ചെയ്യുക, ഒരു യൂണിറ്റ് സർക്കിൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, യൂണിറ്റ് സർക്കിൾ ആണെങ്കിൽ r-ന്റെ വാല്യൂ എന്താവും? r is the radius of the circle, so it is equal to 1. That is r equal to mod z equal to 1. ആ ഒരു കേസ് കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ ഇതാണ് for r equal to 1, that is if you are considering a unit circle, then its radius is equal to 1. So r is equal to mod z is equal to 1. Then നമ്മൾ ഇപ്പോൾ എഴുതിയ ഇക്വേഷൻ എങ്ങനെ റീറൈറ്റ് ചെയ്യാം? ഈ r എന്നുള്ള
പൊസിഷനിലൊക്കെ എന്ത് ചെയ്യുക, വി ഹാവ് ടു പുട്ട് 1. ഓക്കെ, സോ ഇൻസ്റ്റെഡ് ഓഫ് എക്സ് ഓഫ് ആർ ഇ റേസ് ടു ജെ ഒമേഗ, അവിടെ എന്താ ആറില്ല, ആറിൻ്റെ വാല്യൂ 1 ആണ്. സോ വി ക്യാൻ റൈറ്റ് എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓഫ് എൻ ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ എൻ. ഓക്കെ, അവിടെ ആർ ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ആയിരുന്നു, അതിന് പകരം എന്ത് ചെയ്തു, ആർ ഇ റേസ് ടു ജെ ഒമേഗ ആയിരുന്നു, അതിന് പകരം ഇ റേസ് ടു ജെ ഒമേഗ ഇൻ ഹോൾ റേസ് ടു മൈനസ് എൻ. സോ നമുക്ക് അതിനെ ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ എന്ന് എഴുതാം. ഓക്കെ, ഇനി ഈ ഇക്വേഷൻ ഒന്ന് നോക്കിയേ, ഇത് എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ എന്ന്. എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓഫ് എൻ ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ എൻ. ഇത് എന്തിൻ്റെ ഇക്വേഷൻ ആയിരുന്നു, ഓർമ്മയുണ്ടോ? ദിസ് ഇസ് എ ഇക്വേഷൻ ഫോർ ഡി ടി എഫ് ടി. നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഫോർത്ത് മൊഡ്യൂൾ, നിങ്ങൾക്കിപ്പോൾ വൈവി ഒക്കെ കഴിഞ്ഞതാണ്. ഡി ടി എഫ് ടിയുടെ ഇക്വേഷൻ ഞാൻ ഒരുവിധം എല്ലാവരോടും ചോദിച്ചിട്ടുണ്ട്, ഓർമ്മയില്ലേ? Okay, x of e raised to j omega is equal to summation n is equal to minus infinity to infinity x of n e raised to minus j omega n. Okay, this is the equation for dTFT. Okay, therefore the set transform equation becomes dTFT equation when r എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, radius of the circle. Okay, r is equal to mod z is equal to 1. Okay, circle otherwise we can say circle with a radius 1. Okay, നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെറ്റ് പ്ലെയിനിൽ സർക്കിളിൻ്റെ റേഡിയസ് 1 ആണെങ്കിൽ, ഇറ്റ്സ് എ യൂണിറ്റ് സർക്കിൾ ആണെങ്കിൽ, ആ കേസിൽ നമ്മുടെ എഴുതുന്ന സെറ്റ് ട്രാൻസ്ഫോം ഇക്വേഷൻ വിൽ ബി സിമിലർ ടു ദാറ്റ് ഓഫ് ദ ഇക്വേഷൻ ഫോർ ഡി ടി എഫ് ടി. Okay, so x of e raised to j omega, that is dTFT, will be is equal to x of z when z is equal to e raised to j omega. Actually z is equal to what, r e raised to j omega ആണ്, ബട്ട് ആറിൻ്റെ വാല്യൂ 1 ആവുന്ന സമയത്ത് z is equal to e raised to j omega. ഓക്കെ, അപ്പോൾ ആ ഒരു കണ്ടീഷൻ, ദാറ്റ് ഈസ് എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ ഡി ടി എഫ് ടി ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് സെഡ് അറ്റ് സെഡ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ജെ ഒമേഗ. ഓക്കെ, ഇതാണ് റിലേഷൻ ബിറ്റ്വീൻ ഡി ടി എഫ് ടി ആൻഡ് സെറ്റ് ട്രാൻസ്ഫോം. ഓക്കെ, ആൻഡ് ഹിയർ നോക്കിയേ, ആ ഒരു ഫിഗർ വരച്ച് വെക്കുക. എന്താണ്, സെറ്റ് പ്ലെയിൻ വരക്കുക, എക്സ് ആക്സിസിൽ റിയൽ പാർട്ട് എടുക്കുക, വൈ ആക്സിസിൽ ഇമേജിനറി പാർട്ട് എടുക്കുക, ദെൻ r is equal to 1 mark here. Okay, r is equal to 1 means it's a unit circle. So here z is equal to e raised to j omega. So dTFT is only defined for values of z in the circle only. So circle with the radius 1, ആ ഒരു കേസിൽ മാത്രം dTFT നെ നമുക്ക് എങ്ങനെ ചെയ്യാം, സെറ്റ് ട്രാൻസ്ഫോമിൽ ഡിഫൈൻ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, സോ റേഡിയസ് 1 ആയിട്ടുള്ള സർക്കിൾ സെറ്റ് പ്ലെയിൻ വിത്ത് യൂണിറ്റ് സർക്കിൾ ആണെങ്കിൽ അവിടെ എന്താണ്, ഡി ടി എഫ് ടി ഇസ് ഈക്വൽ ടു സെറ്റ് ട്രാൻസ്ഫോം ആണ്. സോ ഈ സർക്കിളിൻ്റെ ഇൻസൈഡ് നമുക്ക് അതിനെ ഡി ടി എഫ് ടി ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഇസ് എ റിലേഷൻ ബിറ്റ്വീൻ ഡി ടി എഫ് ടി ആൻഡ് സെറ്റ് ട്രാൻസ്ഫോം. അപ്പോൾ ഒന്നുമില്ല, എന്താണ്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സെറ്റ് ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ എഴുതുന്നു, അതിൽ സെറ്റ് ഇസ് ഈക്വൽ ടു ആർ ഇ റേസ് ടു ജെ ഒമേഗ ആണെന്ന് അറിയാം. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ആൻഡ് വി ആർ ടേക്കിംഗ് എ യൂണിറ്റ് സർക്കിൾ ഇൻ സെറ്റ് പ്ലെയിൻ, ദാറ്റ് ഈസ് ആർ ഇസ് ഈക്വൽ ടു 1, ആർ ഇസ് ഈക്വൽ ടു മോഡ് സെറ്റ് ഇസ് ഈക്വൽ ടു 1. ഓക്കെ, നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നത് ഒരു യൂണിറ്റ് സർക്കിളാണ്, ദാറ്റ് ഈസ് സർക്കിൾ വിത്ത് റേഡിയസ് 1. ഓക്കെ, അങ്ങനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റെഡ് ഓഫ് ആർ വി ക്യാൻ പുട്ട് വാല്യൂ 1. ഓക്കെ, സോ നമ്മൾ എഴുതിയ ആ ഇക്വേഷനിൽ ആറിൻ്റെ പൊസിഷനിലൊക്കെ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് കിട്ടും എന്താണ്, എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ ഇസ് ഈക്വൽ ടു സമ്മേഷൻ എൻ ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ എൻ. Okay, which is the equation for DTFT. Okay, so ഇതാണ് DTFTയും സെറ്റ് ട്രാൻസ്ഫോമും തമ്മിലുള്ള റിലേഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഒന്നുകിൽ ഡിറൈവ് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദ റിലേഷൻ ബിറ്റ്വീൻ സെറ്റ് ട്രാൻസ്ഫോം ആൻഡ് DTFT. അറ്റ് ദ സെയിം ടൈം നമ്മുടെ തേർഡ് മൊഡ്യൂളിൽ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഡിഫൈൻ ദ ഓർ എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലാപ്ലാസ് ട്രാൻസ്ഫോം ആൻഡ് ഫോറിയർ ട്രാൻസ്ഫോം. ഓക്കെ, ഇത് രണ്ടും കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. ക്ലിയർ ആണോ? ഓക്കെ,
സോ നെക്സ്റ്റ് നമുക്ക് അനാലിസിസ് ഓഫ് LTE discrete time signals by using set transform ആണ് ഡിസ്കസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഒന്ന് വെയിറ്റ് ചെയ്യ്. നിങ്ങൾക്ക് സ്ക്രീനിൽ വിസിബിൾ ആവുന്നുണ്ടോ? സ്ക്രീന് വിസിബിൾ ആവുന്നുണ്ടോ? ഇല്ല, 1 സെക്കൻഡ്. ഇപ്പൊ ഓക്കെ ആണോ? ഇപ്പൊ വിസിബിൾ ആണോ? ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് അനാലിസിസ് ഓഫ് ഡിസ്ക്രീറ്റ് ടൈം LTE സിസ്റ്റംസ് യൂസിങ് സെറ്റ് ട്രാൻസ്ഫോം ആണ്. ഓക്കെ,
ഓക്കെ, ശരി. നമ്മൾ മുന്നേ ലാപ്ലാസ് ട്രാൻസ്ഫോം, ഫോറിയർ ട്രാൻസ്ഫോം, ആ കേസിലൊക്കെ നമ്മൾ ഡിസ്ക്രീറ്റ് ടൈം കണ്ടിന്യൂസ് ടൈം എൽ ടി സിസ്റ്റത്തിൻ്റെ അനാലിസിസ് ചെയ്തിരുന്നു. ഓക്കെ, ഇനി തൊട്ട് മുന്നേ ഫോർത്ത് മൊഡ്യൂൾ എന്തായിരുന്നു? ഫോർത്ത് മൊഡ്യൂളിൽ നമ്മൾ ഡിസ്ക്രീറ്റ് ടൈം എൽ ടി സിസ്റ്റത്തിൻ്റെ അനാലിസിസ് ചെയ്തിട്ടുണ്ട് ബൈ യൂസിങ് DTFT. ഓക്കെ, DTFT വെച്ചിട്ട് നമ്മൾ അനാലിസിസ് ചെയ്തിട്ടുണ്ടായി. ഓക്കെ, അപ്പോൾ എന്തിനായിരുന്നു നമ്മൾ പൊതുവേ ഈ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് നമുക്കത് ഈസിയർ ആയിട്ട്, ഇപ്പം ഒരു ടൈം ഡൊമെയിൻ സീക്വൻസ് ആണെങ്കിൽ അതിൻ്റെ അനാലിസിസ് സംവാട്ട് അത് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് അതിന് ഏതെങ്കിലും ഒരു കറസ്പോണ്ടിങ് ട്രാൻസ്ഫോർമേഷൻ ടൂൾസ് യൂസ് ചെയ്ത് അതിനെ ഫ്രീക്വൻസി ഡൊമെയിനിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ അനാലിസിസ് ഈസിയർ ആയിരിക്കും. സോ അതിനാണ് നമ്മൾ ഈ ഓരോ ട്രാൻസ്ഫോർമേഷൻ ടൂൾസ് യൂസ് ചെയ്യുന്നത്. Okay, so analysis of DT-LT systems become easier when we make use of transformation tools. Okay, this approach is very similar to what we done for continuous time signals. Okay, അപ്പോൾ കണ്ടിന്യൂസ് ടൈം സിസ്റ്റത്തിൽ യൂസ് ചെയ്ത അതേ അപ്രോച്ച് തന്നെയാണ് ഇവിടെയും. എന്താ ചെയ്യുന്നത്? നമ്മൾ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്ക്രീറ്റ് ടൈം എൽ ടി സിസ്റ്റത്തിന് ഈസിയർ ആയിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഡിഫറെൻറ്റ് ട്രാൻസ്ഫോർമേഷൻ ടൂൾസ് യൂസ് ചെയ്യും. അപ്പം അങ്ങനെ യൂസ് ചെയ്യുന്ന രണ്ട് ടൂൾസാണ് DTFTയും സെറ്റ് ട്രാൻസ്ഫോമും. ഓക്കെ, ഡിസ്ക്രീറ്റ് ടൈം എൽ ടി സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നത് DTFTയും സെറ്റ് ട്രാൻസ്ഫോം ആണ്. ഓക്കെ, കണ്ടിന്യൂസ് ടൈം എൽ ടി സിസ്റ്റം ആണെങ്കിൽ വി ആർ യൂസിങ് ലാപ്ലാസ് ട്രാൻസ്ഫോം ആൻഡ് ഫോറിയർ ട്രാൻസ്ഫോം. അതൊന്ന് ഓർത്ത് വെക്കണം. കണ്ടിന്യൂസ് ടൈം ആണെങ്കിൽ ഫോറിയർ ട്രാൻസ്ഫോമും ലാപ്ലാസ് ട്രാൻസ്ഫോമും ആണ് ട്രാൻസ്ഫോർമേഷൻ ടൂൾസ്. ഡിസ്ക്രീറ്റ് ടൈം ആണെങ്കിൽ DTFTയും സെറ്റ് ട്രാൻസ്ഫോം ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ DTFT ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി നമുക്കൊരു സെറ്റ് ട്രാൻസ്ഫോമിൻ്റെ അനാലിസിസ് ഓഫ് DT-LT സിസ്റ്റംസ് യൂസിങ് സെറ്റ് ട്രാൻസ്ഫോം ആണ് ഡിസ്കസ് ചെയ്യേണ്ടത്. ഓക്കെ, ആക്ച്വലി ഈ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അനാലിസിസ് ഓഫ് എ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ഫൈൻഡിങ് ഔട്ട് ദ സിസ്റ്റം ഔട്ട്പുട്ട് ഫോർ എനി ഗിവൺ ഇൻപുട്ട്. ഓക്കെ, ആൻഡ് ചെക്കിങ് ഇറ്റ് സ്റ്റെബിലിറ്റി ആൻഡ് കോസാലിറ്റി, ഫൈൻഡിങ് ഇമ്പൾസ് റെസ്പോൺസ് ആൻഡ് സ്റ്റെപ്പ് റെസ്പോൺസ് എക്സെട്ര. ഓക്കെ, അപ്പം നമ്മളൊരു സിസ്റ്റം അനലൈസ് ചെയ്യുന്നത് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്. എന്തിനൊക്കെയാണ്? നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ച് അതിന് എങ്ങനെയാണ് ഔട്ട്പുട്ട് വരുന്നത് അത് കണ്ടുപിടിക്കണം. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഇൻപുട്ട് കൊടുത്താൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഓക്കെ, പിന്നെ അതിൻ്റെ ആ ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി, കോസാലിറ്റി അതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ ഇമ്പൾസ് റെസ്പോൺസ് ആൻഡ് സ്റ്റെപ്പ് റെസ്പോൺസ് അതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അനാലിസിസ് ചെയ്യുന്നത്. ഓക്കെ, അത് ഈസിയർ ആക്കാൻ വേണ്ടി നമ്മൾ ഡിഫറെൻറ്റ് ട്രാൻസ്ഫോർമേഷൻ ടൂൾസ് യൂസ് ചെയ്യും. ഓക്കെ, അപ്പം നോക്കിയേ, ഒരു ഡിസ്ക്രീറ്റ് ടൈം എൽ ടി സിസ്റ്റം ഉണ്ടെങ്കിൽ അതിനൊരു മാത്തമാറ്റിക്കൽ മോഡൽ വെച്ചിട്ടായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യാം. ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നതാണ്. ഇപ്പോൾ കണ്ടിന്യൂസ് ടൈം ആണെങ്കിലും അതെ, കണ്ടിന്യൂസ് ഓർ ഡിസ്ക്രീറ്റ് രണ്ടിൻ്റെ ഒരു എൽ ടി സിസ്റ്റത്തിനെ നോർമലി ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോമിലാണ് ഉണ്ടാകുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ y of n is equal to x of n plus x of n minus 1 plus 2 into x of n minus 2 plus etc. ഇങ്ങനെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോമിലാണ് ഉണ്ടാകുക. ഓക്കെ, ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോമിലുള്ള ആ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനെ നമ്മൾ എന്ത് ചെയ്യും? DTFT അല്ലെങ്കിൽ സെറ്റ് ട്രാൻസ്ഫോം യൂസ് ചെയ്തിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ഡൊമെയിൻ ആൻഡ് സെറ്റ് ഡൊമെയിൻ റെസ്പെക്റ്റീവ്ലി അതിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ DTFT യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ ഫ്രീക്വൻസി ഡൊമെയിനിലേക്കാണ് കൺവേർട്ട് ചെയ്യുക, എന്നിട്ട് അതിനെ അനലൈസ് ചെയ്യും. ഈ സെക്ഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഓക്കെ, ബട്ട് ഹിയർ സെറ്റ് ട്രാൻസ്ഫോം യൂസ് ചെയ്ത് എന്ത് ചെയ്യും? നമ്മുടെ ആ ഒരു സിസ്റ്റം സെറ്റ് ഡൊമെയിനിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ അതിനെ അനലൈസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഈ പാർട്ടാണ് ഇപ്പം ചെയ്യാൻ പോകുന്നത്. എന്താണ്? ഒരു ഡിസ്ക്രീറ്റ് ടൈം എൽ ടി സിസ്റ്റം ഉണ്ട്, അതിനൊരു മാത്തമാറ്റിക്കൽ മോഡൽ വെച്ചിട്ടായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ അതിന് ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യും? അതിൽ സെറ്റ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യും. എന്നിട്ട് ആ ഒരു മോഡലിനെ നമ്മൾ എന്ത് ചെയ്യും? സെറ്റ് ഡൊമെയിനിലേക്ക് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ അനലൈസ് ചെയ്യും. ഓക്കെ, ആൻഡ് ആഫ്റ്റർ അനാലിസിസ് സിസ്റ്റം ക്യാൻ ബി കൺവേർട്ടഡ് ബാക്ക് ഇൻ ടു ടൈം ഡൊമെയിൻ യൂസിങ് ഇൻവേഴ്സ് സെറ്റ് ട്രാൻസ്ഫോം ഓർ ഇൻവേഴ്സ് DTFT ടൂൾസ്. ഓക്കെ, അപ്പോൾ അനലൈസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നുള്ളത്? വീണ്ടും ഇൻവേഴ്സ് സെറ്റ് ട്രാൻസ്ഫോം കണ്ടുപിടിച്ചിട്ട് അതിനെ ടൈം ഡൊമെയിനിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പം ആക്ച്വലി എന്തിനാണ് ഈ ട്രാൻസ്ഫോർമേഷൻ ടൂൾസ് യൂസ് ചെയ്യുന്നത്? ആ സിസ്റ്റം അനാലിസിസ് ഈസിയർ ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മുടെ കയ്യിലൊരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിൻ്റെ നമുക്ക് ഇപ്പം അതിന് എന്തെങ്കിലും ഒരു ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ, ടൈം ഡൊമെയിനിലുള്ളൊരു സിസ്റ്റമാണ്. ഓക്കെ, അതിലിപ്പോൾ ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഞാൻ കൊടുക്കുകയാണെങ്കിൽ, ഇതിപ്പം ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. ഇവിടെ ഞാനൊരു ഇൻപുട്ട് എക്സ് ഓഫ് എൻ കൊടുക്കുകയാണെങ്കിൽ വാട്ട് വിൽ ബി ഇറ്റ്സ് ഔട്ട്പുട്ട് y ഓഫ് എൻ. ഓക്കെ, അത് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അത് ആക്ച്വൽ പ്രാക്ടീസ് ചെയ്യാതെ നമുക്ക് ഈ മോഡൽ വെച്ചിട്ട് നമുക്കതിന് ഔട്ട്പുട്ട് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഇൻപുട്ട് ഇമ്പൾസ് റെസ്പോൺസ് എന്താണ്, ഇതിൻ്റെ ഉള്ളിൽ വരുന്ന h ഓഫ് n അല്ലെങ്കിൽ സ്റ്റെപ്പ് റെസ്പോൺസ് എന്താണ്, അത് കണ്ടുപിടിക്കണം.
അല്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റെബിലിറ്റി കോസലിറ്റി കണ്ടീഷൻസ് കണ്ടുപിടിക്കണം. ഓക്കെ, ഇതൊക്കെ ചെയ്യാൻ ഈ ഒരു സിസ്റ്റം ഇതുപോലെ ടൈം ഡൊമെയിനിലാണെങ്കിൽ അത് ഡിഫിക്കൾട്ടാണ്. ബിക്കോസ് നമുക്ക് കൺവല്യൂഷൻ അറിയാം. കൺവല്യൂഷൻ എക്സ് ഓഫ് എൻ, കൺവല്യൂഷൻ എച്ച് ഓഫ് എൻ ആണ്. അതൊരു കോംപ്ലക്സ് പ്രോസസ്സാണ്. ഡിഫറെൻറ്റ് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് കൺവല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ ഇതിനെ ഡയറക്റ്റ് ടൈം ഡൊമെയിനിൽ തന്നെ അനാലിസ് ചെയ്യാതെ ഇത് നമ്മൾ എന്ത് ചെയ്യും? സെറ്റ് ഡൊമെയിനിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ, സോ ടൈം ഡൊമെയിൻ എന്ന് പറയുകയാണെങ്കിൽ എപ്പോഴും എന്താണ്, ഒരു മാത്തമെറ്റിക്കൽ മോഡലായിട്ടാണ്, ആ മാത്തമെറ്റിക്കൽ ഒരു ഇക്വേഷൻ ആയിട്ടാണ് ആ സിസ്റ്റത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യും? സെറ്റ് ട്രാൻസ്ഫോർമേഷൻ ടൂൾ യൂസ് ചെയ്തിട്ട് അതിനെ കറസ്പോണ്ടിങ് സെറ്റ് ഡൊമെയിനിലേക്ക് കൺവേർട്ട് ചെയ്യും. സെറ്റ് ഡൊമെയിനിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈസിലി അതിനെ അനലൈസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കോസാലിറ്റി സ്റ്റെബിലിറ്റി കണ്ടീഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതിൻ്റെ ഔട്ട്പുട്ട് ഫോർ എനി ഗിവൺ ഇൻപുട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അതിൻ്റെ സ്റ്റെപ്പ് റെസ്പോൺസ്, ഇമ്പൾസ് റെസ്പോൺസ് എല്ലാം കണ്ടുപിടിക്കാം. ഓക്കെ, അത് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്യും? അതിനെ ഇൻവേഴ്സ് സെറ്റ് ട്രാൻസ്ഫോം ചെയ്തിട്ട് വീണ്ടും അതിനെ ടൈം ഡൊമെയിനിലേക്ക് കൊണ്ടുവരും. ഓക്കെ, സോ ഇതാണ് അനാലിസിസ് ഓഫ് DT-LT സിസ്റ്റം യൂസിങ് സെറ്റ് ട്രാൻസ്ഫോമിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ഒരു സിസ്റ്റം ഇൻ ടൈം ഡൊമെയിൻ തന്നിട്ടുണ്ട്. ഓക്കെ, ഇറ്റ്സ് ഇൻപുട്ട് ഇസ് എക്സ് ഓഫ് എൻ, ഇറ്റ്സ് ഔട്ട്പുട്ട് ഇസ് വൈ ഓഫ് എൻ, ആൻഡ് ഡിസ്ക്രീറ്റ് ടൈം LT സിസ്റ്റം ആണ്. അത് ടൈം ഡൊമെയിൻ ഉള്ളതാണ്. സോ അതിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് ഇസ് റെപ്രസെൻറ്റഡ് ബൈ എച്ച് ഓഫ് എൻ. ഓക്കെ, and here we need to find the output in time domain. We have to do difficult convolution process അല്ലേ? y of n is equal to x of n into h of n ആണ് അതിൻ്റെ ഔട്ട്പുട്ട് വരിക. ഇതിപ്പോൾ ടൈം ഡൊമെയിനിൽ തന്നെയാണെങ്കിൽ what is y of n? y of n is equal to what? x of n convolution h of n ആണ്. ഓക്കെ, കൺവല്യൂഷൻ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ പ്രോസസ്സ് അല്ല, അതൊരു കോംപ്ലക്സ് പ്രോസസ്സാണ്. ഓക്കെ, അപ്പോൾ അതെന്താണ്? ഡിഫിക്കൽട്ടാണ്. സോ നമ്മൾ എന്ത് ചെയ്യും? അതിനെ സെറ്റ് ഡൊമെയിനിലേക്ക് കൺവേർട്ട് ചെയ്യും ബൈ യൂസിങ് സെറ്റ് ട്രാൻസ്ഫോം. സോ എക്സ് ഓഫ് എൻ സെറ്റ് ട്രാൻസ്ഫോം ഈസ് എക്സ് ഓഫ് സെറ്റ്, ആൻഡ് ഔട്ട്പുട്ട് y of n, its set transform is y of z, and the impulse response h of n, its set transform is h of z. Okay, so then നമുക്ക് ആ ഒരു സിസ്റ്റത്തിനെ മാറ്റി വരക്കുവാണെങ്കിൽ ഇൻപുട്ട് എന്താണ്? സെറ്റ് ഡൊമെയിനിലാവുമ്പോഴേക്കും എക്സ് ഓഫ് സെഡ് ആയി, ഇമ്പൾസ് റെസ്പോൺസ് എച്ച് ഓഫ് സെഡ് ആയി, ഔട്ട്പുട്ട് റെസ്പോൺസ് വൈ ഓഫ് സെഡ് ആയി. ഓക്കെ, സോ സെറ്റ് ഡൊമെയിനുള്ള ഈ ഒരു സിസ്റ്റത്തിന്റെ ഔട്ട്പുട്ട് വൈ ഓഫ് സെഡ് വിൽ ബി ഈക്വൽ ടു എക്സ് ഓഫ് സെഡ് ഇൻറ്റു എച്ച് ഓഫ് സെഡ്. സിമ്പിൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് എച്ച് ഓഫ് സെഡ്? ദാറ്റ് ഈസ് ഇമ്പൾസ് റെസ്പോൺസ് ആണ്. വൈ ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ എക്സ് ഓഫ് സെഡ്. ഓക്കെ, വൈ ഓഫ് സെഡ് ഡിവൈഡ് ബൈ എക്സ് ഓഫ് സെഡ്. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? ഇത് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതേ സാധനം തന്നെ സെറ്റ് ഡൊമെയിനിലേക്കാണ് കൺവേർഷൻ വരുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. അനാലിസിസ് ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമുക്ക് ഇതിൻ്റെ അനാലിസിസ് ആയിട്ട് നിങ്ങളോട് ചോദിക്കില്ല, ന്യൂമറിക്കൽസ് ആണ് ചോദിക്കുക. ഓക്കെ, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത് ക്ലിയർ അല്ലേ? ഓക്കെ, സംടൈംസ് നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കാം, എക്സ്പ്ലെയിൻ ദ അനാലിസിസ് ഓഫ് DT-LT സിസ്റ്റം യൂസിങ് സെറ്റ് ട്രാൻസ്ഫോം, അല്ലെങ്കിൽ യൂസിങ് DT-FT, അല്ലെങ്കിൽ യൂസിങ് ലാപ്ലാസ് ട്രാൻസ്ഫോം, അല്ലെങ്കിൽ യൂസിങ് ഫോറിയർ ട്രാൻസ്ഫോം. ചിലപ്പോൾ ചോദിക്കാം. ബട്ട് എല്ലാത്തിനും നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ മാത്രം ആൻസർ ചെയ്താൽ മതി. ഓക്കെ, ഫോറിയർ ട്രാൻസ്ഫോം ഒക്കെ ആണെങ്കിൽ അതിനെ ഫ്രീക്വൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ലാപ്ലാസ് ആണെങ്കിൽ എസ് ഡൊമെയിനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. സെറ്റ് ട്രാൻസ്ഫോം ആണെങ്കിൽ സെറ്റ് ഡൊമെയിനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ആ ഒരു വേരിയേഷൻ മാത്രമേ വരുള്ളൂ. ഈ അപ്രോച്ച് ഒക്കെ സെയിം ആണ്, ഈ സ്റ്റെപ്സ് ഒക്കെ സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒന്നിൻ്റെ അനാലിസിസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിച്ചു വെച്ചാൽ ഈ ബാക്കി 4 ട്രാൻസ്ഫോർമേഷൻസ് ചോദിച്ചാലും നിങ്ങൾക്ക് അത് എഴുതാം. ഓക്കെ, അങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കാം. സോ നമുക്ക് നെക്സ്റ്റ് ഇതിൻ്റെ അനാലിസിസ് ന്യൂമറിക്കൽസിലേക്ക് പോവാം. ഓക്കെ, ബിഫോർ ദാറ്റ് നമുക്ക് ഈ സെറ്റ് ട്രാൻസ്ഫോമിൻ്റെ അനാലിസിസ് ചെയ്യുന്ന സമയത്ത്, അതിൻ്റെ ന്യൂമറിക്കൽസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സെറ്റ് ട്രാൻസ്ഫോമിന് ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ആവശ്യമുണ്ട്. ഓക്കെ, അത് വിത്ത് ഇനീഷ്യൽ കണ്ടീഷൻസും വിത്തൗട്ട് ഇനീഷ്യൽ കണ്ടീഷൻസും. ഓക്കെ, ഇത് നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോമിലും പറഞ്ഞിട്ടുണ്ട്. ഓർത്ത് നോക്കിയാൽ മനസ്സിലാവും. എന്താ ഞാൻ പറയുന്നത്? ഇതിലെല്ലാ ടേംസും കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ സെറ്റ് ട്രാൻസ്ഫോമിൻ്റെ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി നമ്മൾ എന്ത് ചെയ്യണം?
ഒന്നുകൂടി ഒന്ന് റിഫ്രഷ് ചെയ്യണം, കാരണം നമുക്ക് ഇത് ന്യൂമറിക്കൽസിൽ ആവശ്യമുണ്ട്. ഓക്കെ, വിത്ത് ഇനീഷ്യൽ കണ്ടീഷൻസും വിത്തൗട്ട് ഇനീഷ്യൽ കണ്ടീഷൻസും. Okay, so if x of n set transform is x of z, then what is x of n minus 1 set transform? ഇതെന്താണ്? ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ആണ് അല്ലേ? എക്സ് ഓഫ് എന്നിന്റെ സെറ്റ് ട്രാൻസ്ഫോം എക്സ് ഓഫ് സെറ്റ് ആണെങ്കിൽ എക്സ് ഓഫ് എൻ മൈനസ് വണ്ണിന്റെ സെറ്റ് ട്രാൻസ്ഫോം എന്തായിരിക്കും? ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി എങ്ങനെയായിരുന്നു? ടൈം ഡൊമെയിനിൽ ഒരു ഷിഫ്റ്റിംഗ് വരികയാണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് സെറ്റ് ഡൊമെയിനിൽ എന്താ വരുന്നത്? z raised to minus n x of z. Okay, z raised to minus n0 x of z. ഇവിടെ n0 ന് പകരം 1 ആണ്. സോ അതിന്റെ സെറ്റ് ട്രാൻസ്ഫോം എന്ത് വരും? z raised to minus 1 x of z. Okay, and what is the set transform of x of n minus 2? x of n minus 2 ന്റെ സെറ്റ് ട്രാൻസ്ഫോം എന്തായിരിക്കും? z raised to minus 2 x of z. So generally we can say set transform of x of n minus n0 will be equal to z raised to minus n0 into x of z. Okay, ഈ ഒരു പ്രോപ്പർട്ടി ഓർത്ത് വെക്കണം. ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ആണ്. ദാറ്റ് ഈസ് x of n minus n0, its z transform will be equal to z raised to minus n0 into x of z. Okay, ഇതെന്താണ്? വിത്തൗട്ട് ഇനീഷ്യൽ കണ്ടീഷൻസ് ആണ്, വിത്തൗട്ട് കൺസിഡറിങ് ഇനീഷ്യൽ കണ്ടീഷൻസ് ആണ്. ഇനി വിത്ത് ഇനീഷ്യൽ കണ്ടീഷൻസ് എങ്ങനെയാണെന്ന് നോക്കാം. Okay, time shifting property with initial conditions. The initial values of the function are given as if x of n, its set transform is x of z, then x of n minus 1, its set transform is z raised to minus 1 into x of z plus x of minus 1. Okay, and what is the set transform of x of n minus 2 while considering the initial conditions? That is z raised to minus 2 x of z plus z raised to minus 1 x into x of minus 1 plus x of minus 2. ഈ ഓർഡറിൽ പോകും. Okay, and what is set transform of x of n minus 3 with the initial conditions? That is equal to z raised to minus 3 x of z plus z raised to minus 2 x of minus 1 plus z raised to minus 1 x of minus 2 plus x of minus 3. Okay, where x of minus 1, x of minus 2, x of minus 3, etc. are the initial conditions of the function x of n. Clear ആണോ? ഇതെന്തിനാണ്? നമുക്ക് അനാലിസിസ് ഓഫ് എൽ ടി സിസ്റ്റം, ഡിസ്ക്രീറ്റ് ടൈം എൽ ടി സിസ്റ്റം യൂസിങ് സെറ്റ് ട്രാൻസ്ഫോം, അതിന് ന്യൂമറിക്കൽസ് ചെയ്യുന്ന സമയത്ത് അതിൽ നമുക്ക് ഈ ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അത് രണ്ട് കേസും വിത്ത് ഇനീഷ്യൽ കണ്ടീഷനും ഉണ്ടാകാം, വിത്തൗട്ട് ഇനീഷ്യൽ കണ്ടീഷൻസും ഉണ്ടാകാം. ഇതിപ്പോൾ ക്വസ്റ്റ്യനിൽ തരും, വിത്ത് ഇനീഷ്യൽ കണ്ടീഷൻസ് തരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ സെക്കൻഡ് ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഇനീഷ്യൽ കണ്ടീഷൻസ് തന്നില്ല എന്നാണെങ്കിൽ ഫസ്റ്റ് ഇക്വേഷൻ വെച്ച് ചെയ്താൽ മതി. ഓക്കെ, അത് ന്യൂമറിക്കൽ ഡിസ്കസ് ചെയ്യുമ്പോൾ ക്ലിയർ ആവും. ഇതേപോലെ നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോമിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനാലിസിസ് ഓഫ് കണ്ടിന്യൂസ് ടൈം എൽ ടി സിസ്റ്റം യൂസിങ് ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെ കേസിലും അവിടെ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞത്. അവിടെയും വിത്ത് ഇനീഷ്യൽ കണ്ടീഷനും വിത്തൗട്ട് ഇനീഷ്യൽ കണ്ടീഷനും ആ പ്രോപ്പർട്ടി വെച്ചിട്ട് എങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത് നോക്കിയിട്ടാണ് നമ്മൾ ന്യൂമറിക്കൽ ചെയ്തിരുന്നത്. ഓർമ്മയുണ്ടോ അത്? ഓക്കെ, ഇതിപ്പോൾ ക്ലിയർ അല്ലേ? ഈ ഇക്വേഷൻ ഒന്ന് വേഗം എഴുതിയെടുത്തേ. രണ്ട് കേസും വിത്ത് ഇനീഷ്യൽ കണ്ടീഷനും വിത്തൗട്ട് ഇനീഷ്യൽ കണ്ടീഷനും രണ്ടും എഴുതിയെടുക്കുക. ക്വസ്റ്റ്യനിൽ എന്താണോ പറയുന്നത് അതനുസരിച്ചാണ് ഇതിൽ ഏത് ഇക്വേഷൻ എടുക്കേണ്ടതെന്ന് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്.
ആ ഇക്വേഷൻസ് എഴുതിയെടുത്തോ? ഈ ഒരു ജനറൽ ഇക്വേഷൻ കൂടി ഒന്ന് എഴുതിയെടുക്കണേ. കംപ്ലീറ്റ് ആയോ? ഓക്കെ, സോ നമുക്കിതിൻ്റെ ഒരു ന്യൂമറിക്കൽ നോക്കാം. ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോളൂ. Find the system, for the system described by the differential equation. For the system described by the differential equation ഇവിടെ എഴുതാം. y of n minus 1, sorry, by the differential equation y of n minus 3 into y of n minus 1 minus 4 into y of n minus 2 equal to x of n plus 2 into x of n minus 1. Okay, find the system function and the impulse response using set transform. Find the system function and in the impulse response using set transform. Okay, so for the system described by the differential equation y of n minus 3 into y of n minus 1 minus 4 into y of n minus 2 is equal to x of n plus 2 into x of n minus 1. Okay, find the system function and the impulse response using set transform. Okay, so first of all എന്തൊക്കെ കണ്ടുപിടിക്കേണ്ടത്? സിസ്റ്റം ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ കണ്ടുപിടിക്കേണ്ടത്? We have to find what is h of z. Okay, h of z is equal to what? Y of z by x of z ആണ്. Okay, and impulse response എന്ന് പറഞ്ഞാൽ എന്താ കണ്ടുപിടിക്കേണ്ടത്? Impulse response എന്ന് പറഞ്ഞാൽ we have to find h of n. h of n എങ്ങനെ കണ്ടുപിടിക്കാം? z inverse of h of z. അല്ലേ? സോ സിസ്റ്റം ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് h of z ആണ് കണ്ടുപിടിക്കേണ്ടത്. അതെന്താണ്? y of z by x of z ആണ്. ആൻഡ് ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? h of n ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു z ഇൻവേഴ്സ് ഓഫ് h of z ആണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വാട്ട് ഈസ് h of z ഇത് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ നോർമൽ മെത്തേഡ് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇക്വേഷൻ നമ്പർ 1 എന്നിട്ട് എന്താ ചെയ്യുക? ടേക്കിംഗ് സെറ്റ് ട്രാൻസ്ഫോം ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദി ഇക്വേഷൻ നമ്പർ 1 അല്ലേ? ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും സെറ്റ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യാം. അപ്പോൾ എങ്ങനെ വരും? What is set transform of y of n? എന്താ വരിക? That is y of z. Okay, then y of z minus what is set transform of 3 into y of n minus 1? Set transform of 3 into y of n minus 1. 3 constant ആണ് അല്ലേ? സോ 3 അവിടെ തന്നെ വെക്കാം. What is set transform of y of n minus 1? അതിനാണ് ഞാൻ തൊട്ട് മുന്നേ ആ ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഒന്ന് ഓർമ്മിപ്പിച്ചത്. What is set transform of x of n minus 1? That is z raised to minus 1 into x of z.
ഇവിടെ എങ്ങനെ വരും? ഇവിടെ എങ്ങനെ വരും? z raised to minus 1 into y of z. Okay, z raised to minus 1 into y of z minus 4 into what is y z transform of y of n minus 2? That is z raised to minus 2 into y of z. That is equal to x of z plus 2 into z raised to minus 1 into x of z. Clear അല്ലേ? ഓക്കെ അല്ലേ? എന്താ ചെയ്തത്? ഞാൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും സെറ്റ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്തു. ഇവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യണം? ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി വെച്ചിട്ടാണ് അത് അപ്ലൈ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? യെസ്. ഇനി എന്ത് ചെയ്യും? നമ്മൾ നോർമൽ മെത്തേഡ് എന്താണ്? കോമൺ ടേംസ് ഒന്നിച്ചെടുക്കും. y ഓഫ് സെറ്റ് ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ 1 മൈനസ് 3 ഇൻറ്റു സെറ്റ് ഇൻവേഴ്സ് മൈനസ് 4 ഇൻറ്റു സെറ്റ് റേസ് ടു മൈനസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് സെറ്റ് കോമൺ ആയിട്ട് പുറത്തെടുക്കുകയാണെങ്കിൽ 1 പ്ലസ് 2 ഇൻറ്റു സെറ്റ് ഇൻവേഴ്സ്. ഓക്കെ, സോ ഫ്രം ദിസ് ഇക്വേഷൻ വി ക്യാൻ ഈസിലി റൈറ്റ് y ഓഫ് സെറ്റ് ബൈ എക്സ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു 1 plus 2 into set inverse divided by 1 minus 3 into set inverse minus 4 into set raised to minus 2, which is equal to h of set. Okay, h of set കിട്ടിയില്ലേ? സിസ്റ്റം റെസ്പോൺസ് കിട്ടിയില്ലേ? 1 plus 2 into set inverse divided by 1 minus 3 into set inverse minus 4 into set raised to minus 2. ഇതാണ് h of set. ഓക്കെ, ബട്ട് നമുക്ക് ഇതിനെ ഒന്നും കൂടി സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. ന്യൂമറേറ്ററിൽ സെഡ് വരുന്ന രീതിയിൽ, ഇത് സെഡ് റേസ് ടു മൈനസ് 1 ആണുള്ളത്. സെഡ് വരുന്ന രീതിയിൽ ഇതിനെ ഒന്ന് കൺവേർട്ട് ചെയ്ത് എഴുതാം. നിങ്ങളൊന്ന് നോക്കുക. ഓക്കെ, ഇതിനെ ഒരു സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ഇതിനൊന്ന് കൺവേർട്ട് ചെയ്ത് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിൻ്റെ ഇൻവേഴ്സ് സെറ്റ് ട്രാൻസ്ഫോം കണ്ടു നോക്കുക. ഓക്കെ, സോ ഇത് ഹോംവർക്ക് ആയിട്ട് എടുക്കുക. ഓക്കെ, ടേക്ക് ദിസ് എ ഹോംവർക്ക്. ഫൈൻഡ് ദി ഇൻവേഴ്സ് റെസ്പോൺസ് ബൈ യൂസിങ് സെറ്റ് ട്രാൻസ്ഫോം. എച്ച് ഓഫ് സെറ്റ് ഞാനിവിടെ തന്നു അല്ലേ? ഇനി എച്ച് ഓഫ് സെറ്റിനെ ഒന്ന് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്യണം. ബിക്കോസ് ഇവിടെ ന്യൂമറേറ്ററിൽ 1 plus 2 സെറ്റ് ഇൻവേഴ്സ് എന്നാണ് ഉള്ളത്. അതിന് മാറ്റി സെറ്റ് വരുന്ന രീതിയിലേക്ക് ചെയ്യാം. അപ്പോൾ അതിനെന്ത് വേണം? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെറ്റ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമോ, അതെന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഓക്കെ, എന്നിട്ട് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കി എന്നിട്ട് അതിൻ്റെ ഇൻവേഴ്സ് സെറ്റ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാം. ഓക്കെ, സോ അതൊരു ഹോംവർക്ക് ആയിട്ട് എടുത്തിട്ട് അതിൻ്റെ ബാക്കി പോർഷൻ കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. പ്ലീസ് ഗിവ് യുവർ അറ്റൻഡൻസ്. റോൾ നമ്പർ 1.